മമ്മൂട്ടിക്ക് 4ാമത്തെ ദേശീയ അവാർഡ് വന്നതോടെ ആകെപ്പാടെ പ്ലിങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ CPM-കാരും പക്കാ സുഡാപ്പികളുമാണ്. അല്ല, ഈ രണ്ട് കൂട്ടരും സാധാരണഗതിയിൽ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴൊക്കെ തന്നെ അവാർഡ് കൊടുക്കുമ്പോഴും സംഖ്യകൾക്കാണേ എന്ന് പറഞ്ഞ് ഇവർ വെള്ളം വയ്ക്കാറുള്ളതാണ്. മമ്മൂട്ടി സംഘിക്കണിയിൽ വീണു എന്നാണ് ഇവർ പറയുന്നത്. കാരണം അദ്ദേഹം പത്മവിഭൂഷൺ മേടിക്കാൻ വേണ്ടി പോയില്ലേ, ആ പോയപ്പോൾ അവിടെ നിന്ന് നരേന്ദ്രമോദി ആകെ കണ്ടത്, സ്വകാര്യമായിട്ട് കണ്ടത് മമ്മൂട്ടിയും ഫാമിലിയും മാത്രം. അപ്പോൾ ഇദ്ദേഹം ഈ അവാർഡ് ഒപ്പിച്ചെടുക്കാൻ വേണ്ടി പോയതാണെന്നുള്ള തരത്തിൽ ഒരു പ്രചാരണം നടത്തുന്നുണ്ട്. അത് അവരുടെ സ്ഥിരം പരിപാടികളിലൊന്നാണല്ലോ, അത് ഇത്തരം കുപ്രചാരണങ്ങൾ നടത്തുക എന്നുള്ളത്. ഇത് നമുക്കറിയാം മമ്മൂട്ടി ആരാണ്, മമ്മൂട്ടി എന്താണ് എന്നുള്ളത് നമുക്കറിയാം. ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു നടൻ, മോഹൻലാലൊക്കെ ഔട്ട്ഡേറ്റഡ് ആകുന്നതിൻ്റെ വക്കിൽ നിൽക്കുകയാണ്, പക്ഷേ മമ്മൂട്ടി അപ്ഡേറ്റ് ആണ് ഇപ്പോഴും. മാത്രമല്ല നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മമ്മൂട്ടി ഇപ്പോഴും ഡേറ്റ് കൊടുക്കുന്നത് പുതിയ ചെറുപ്പക്കാർക്കാണ്, അതാണ് സമുദായമാർക്കാണ്. മോഹൻലാലിന് പറ്റുന്ന ദുരന്തം, അദ്ദേഹം ഇപ്പോഴും ഈ പണ്ടത്തെ കാലത്തെ ഈ പഴയകാല സങ്കല്പങ്ങൾ സിനിമ എടുക്കുന്ന കുറേ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരിക്കാം, അവരുടെ സിനിമകൾ കയറി അഭിനയിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ച വലിയ പ്രശ്നം. നൂജൻ സിനിമകളിൽ അദ്ദേഹം ഇല്ല, നൂജൻ സിനിമകളിലെല്ലാം മമ്മൂട്ടിയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളിലൊക്കെ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ പോലെ എനിക്കൊന്ന് മാധ്യമത്തിൻ്റെ മീഡിയാവിൻ്റെ മറ്റോ ചർച്ചയിൽ ഈ വിഷയം പരാമർശിച്ചു എന്ന് ഞാൻ ഇവിടെ ഫേസ്ബുക്കിൽ എവിടെ ഒരു പോസ്റ്റ് കണ്ടു. അതിലൊക്കെ ഇവർ ഈ അന്തം കമ്മികളുണ്ടല്ലോ, അന്തം കമ്മികൾക്ക് ഭയങ്കര കലിപ്പായി മമ്മൂട്ടിയോട്. ഇതിപ്പോൾ 2-3 വിഷയങ്ങളായി. ഒന്ന് വയനാട്ടിലെ വിഷയം, അതാണ് ആദ്യത്തെ കാര്യം. വയനാട്ടിൽ മമ്മൂട്ടി ചെന്നപ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഒന്ന് കൂടെ കയറുന്ന ആളാന്ന് നോക്കി മമ്മൂട്ടി ഇങ്ങോട്ട് മാറി എന്നെ ഒറ്റയ്ക്ക് വിടാൻ പറഞ്ഞാൽ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. അന്ന് ചീത്തവിളിയായിരുന്നു. ചീത്തവിളി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി നേരത്തെ ചീത്തവിളിയായിരുന്നു. നിരത്തി ചീത്ത വിളിച്ചു. ഇയാളെ കൈരളി TV-യുടെ MD സ്ഥാനത്തുനിന്ന് ചെയർമാൻ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടായി. അത് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ പത്മ പുരസ്കാരം കിട്ടുന്നത്. പത്മ പുരസ്കാരം കിട്ടിക്കഴിഞ്ഞപ്പം അത് ഏറ്റുവാങ്ങാൻ പോയി. പക്ഷേ ഇവിടെ VS-ന്റെ കുടുംബത്തോട് മേടിക്കരുതെന്നും പറഞ്ഞു പാർട്ടി. പക്ഷെ മമ്മൂട്ടി കിട്ടിയപ്പോൾ മമ്മൂട്ടി അന്തസ്സായിട്ട് പോയിട്ട് മേടിച്ചു എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രിയുടെ അതിഥിയായിട്ട് അദ്ദേഹത്തിനൊപ്പം ചെന്നു. ദുൽഖർ സൽമാനെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുത്ത് പ്രധാനമന്ത്രി ട്വിറ്ററിൽ പോസ്റ്റും ചെയ്തു. മമ്മൂട്ടിയുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിക്കൊപ്പം എന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റും ചെയ്തു. മാത്രമല്ല മമ്മൂട്ടി അദ്ദേഹമായിട്ടൊരു നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുത്തു. നരേന്ദ്രമോദിയെ പോലൊരാൾ മമ്മൂട്ടിയെ പോലൊരു നടനെ വിളിച്ച് ആദരിക്കുന്ന ആ ഒരു കാര്യം പ്രധാനമന്ത്രിയല്ലേ നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ, ഇവരെല്ലാം രാഷ്ട്രീയപരമായി അങ്ങനത്തെ ഒരു കണ്ണുകൊണ്ട് കാണുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കാറുള്ളത്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. കെ സുരേന്ദ്രൻ നമ്മുടെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് മമ്മൂട്ടി വന്നിരുന്നു. മമ്മൂട്ടിയുമായിട്ട് വലിയ അടുപ്പമാണ് കെ സുരേന്ദ്രൻ. അപ്പോൾ അങ്ങനെ ഇപ്പം മമ്മൂട്ടിയെ ഇവർ സംഖ്യയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സുഡാപ്പികളും ഈ പറയുന്ന അന്തംകമ്മികളെ ചിലരൊക്കെ പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഇനി മേലെ അയാളുടെ പടം ഞാൻ കാണത്തില്ലതാ. കാരണം ഇവന്മാർ കണ്ടില്ല അയാളുടെ പടം ഒന്നും വിജയിക്കാതെ പോകും. അവിടെയാണ് പ്രശ്നം. എന്താണ് ഇവർ മമ്മൂട്ടിയെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. മമ്മൂട്ടിയെക്കുറിച്ച് അദ്ദേഹത്തോട് ചേർന്ന് വേറെ ഒരു പ്രശ്നം കൊണ്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത്, ഈ മമ്മൂട്ടി അവാർഡ് മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഇദ്ദേഹത്തെ അവാർഡ് മേടിച്ചുകൊണ്ട് വരുന്നാൽ ഈ അവാർഡ് പ്രഖ്യാപിച്ച ശേഷം മമ്മൂട്ടിയും നമ്മുടെ രമേശ് പിഷാരടി MLA-യും കൂടെ പരസ്പരം കണ്ടുമുട്ടുകയാണ്. രമേശ് പിഷാരടി വന്നിട്ട് മമ്മൂട്ടിയുടെ ഗ്ലാസ് താഴ്ത്തിയിട്ട് മമ്മൂട്ടിയോട് സംസാരിക്കുമ്പോൾ ഇവർ ഭയങ്കര സൗഹൃദമല്ലേ, മമ്മൂട്ടിക്ക് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് രമേശ് പിഷാരടി. ഇങ്ങോട്ട് വന്ന മമ്മൂക്ക ഒരു ഉമ്മ ഇങ്ങോട്ട് തന്നേന്ന് പറയുമ്പോൾ ഇയാൾ മമ്മൂക്ക ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക. അത് വലിയ കുരുവ് പൊട്ടിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരന് ഉമ്മ കൊടുത്തു. അത് ഇവിടെ വലിയ കുരുവ് പൊട്ടി. നമ്മളെ കലാകാരനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മുതലൊന്നുമല്ല, അവർ പൊതു സ്വത്താണ് നമ്മുടെ. അല്ല, ഇവരെന്താണ് സത്യത്തിൽ എന്താണ് കൈരളി ചാനലിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് മമ്മൂട്ടി വരുന്നത്? അങ്ങേര് മാർക്സിസ്റ്റുകാരനായതുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു പദവി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രശസ്തി മുതലെടുക്കുക. അത്രേ ഉള്ളൂ. ഷെയർ വിരിക്കാൻ പോകുമ്പോൾ ആരാണ് ചെയർമാൻ? മമ്മൂട്ടിയാണ് ചെയർമാൻ എന്ന് പറയും. അതെ, അല്ലാതെ മലയാളം കമ്മ്യൂണിക്കേഷൻ മിഷന്റെ ചെയർമാൻ മമ്മൂട്ടിയാണ്. പക്ഷെ അതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എന്ത് പ്രൊഫഷണലായിട്ടാണ് ഈ കൈരളി ചാനൽ തുടങ്ങി. ഇത്രയും പ്രൊഫഷണലായിട്ട് ഇത്രയും ക്ലാരിറ്റി ഉള്ള ഒരു ചാനൽ ഞാൻ കണ്ടിട്ടില്ല. സത്യം ഞാൻ പറയണം. അന്ന് അതിൻ്റെ ഈ അവതരണഗാനം എഴുതിയത് ONV കുറിപ്പാണ് അതിൻ്റെ അവതരണം. എനിക്ക് ദേവരായ മാഷോ മറ്റോ ഇതിൻ്റെ സംഗീതം എന്ന് തോന്നുന്നു. എന്തായാലും നല്ല ഒരു അവതരണഗാനമാണ്. എന്താ നീലവാനിന്നു കീഴിലായി അലയാഴിതൻ തീരെ, അത് യേശുദാസാണ് പാട്ട് പാടിയത്. പിന്നെ മലയാളം ഭാഷയുടെ പേര് വെക്കാൻ പറ്റില്ല. മലയാളം ഉള്ളതുകൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. ഇപ്പോഴും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് വന്നിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് അദ്ദേഹം അതിൻ്റെ ഈ ചെയർമാൻ. പക്ഷെ മമ്മൂട്ടിയുടെ ആ അവാർഡ് ഇത് മോദിയെ സൂപ്പിച്ചുകൊണ്ട് കിട്ടിയാന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. സിനിമ കണ്ടിരുന്നെങ്കിൽ അവർ പറയില്ലേ? അതെ, ഈ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ആ യുവ സംവിധായകൻ്റെ അയാളുടെ കൺസെപ്റ്റ് തന്നെ എന്ത് മനോഹരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ സിനിമ ഒരു ഇത്രയും കളർ ഉള്ള അത്യാധുനിക സങ്കേതങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ എടുക്കുന്നു, അതിനൊരു പ്രത്യേക മൂഡ് കൊടുക്കുന്നു, അതിന് പ്രത്യേക മ്യൂസിക് കൊടുക്കുന്നു, അതിനൊപ്പം തന്നെ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ അഭിനയം അത് അസാധ്യമല്ലേ? മമ്മൂട്ടി അസാധ്യ നടൻ തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത് 4ാമത്തെ ദേശീയ അവാർഡാണ്. ഒരു മലയാളത്തിലെ സിനിമ നടൻ 4 നാഷണൽ അവാർഡ് വാങ്ങിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. ഇത് അമിതാഭ് ബച്ചൻ നാളിലുണ്ട്. നമുക്കറിയാം അമിതാഭ് ബച്ചൻ്റെ സിനിമയുടെ ഗുണമൊന്നുമല്ല, അഗ്നിപത്തിനൊക്കെയാണ് അവാർഡ്. അഗ്നിപഥൊക്കെ ഭയങ്കര കൊമേഴ്സ്യൽ സിനിമ, കൊമേഴ്സ്യൽ ആണെങ്കിൽ പിന്നെ പൊക്കോട്ടെ. പുഷ്പ 2 അവാർഡ് കൊടുത്തവന്മാരാണ്. അതെ, പുഷ്പയ്ക്ക് അവാർഡ് കൊടുത്ത് അല്ലു അർജുൻ അവാർഡ് കൊടുത്ത പുഷ്പയിലെ അഭിനയത്തിന് എന്ത് അഭിനയമാണ് അതിനകത്തുള്ളത്? എന്ത് കൈ വെച്ച് ഇങ്ങനെ കാണിക്കുന്നത്, അതാണ് അഭിനയം. അതുപോലെയല്ലല്ലോ മമ്മൂട്ടിക്ക് കിട്ടിയ സിനിമകൾ. വടക്കൻ വീരഗാഥയ്ക്കാണ് ആദ്യമായിട്ട് മലയാളത്തിൽ നിന്ന് നാഷണൽ അവാർഡ് കിട്ടിയവർ ആരും മോശക്കാരല്ല. പി ജെ ആന്റണി ആണെങ്കിലും ഗോപി ആണെങ്കിലും അതുപോലെ മുരളി ആണെങ്കിലും എല്ലാവരും മഹാന്മാരായ നടന്മാർ തന്നെയാണ്. സലീം കുമാറും സുരാജ് വെഞ്ഞാറമൂട് വരെ ദേശീയ അവാർഡ് വാങ്ങിച്ചവരാണ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല നടന്മാരുടെ മാത്രം ഒരു ഗുണമല്ല, നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളുടെ കൂടെ ഒരു ഗുണം. ഇപ്പൊ നമുക്കറിയാം അദ്ദേഹത്തിന് ആദ്യം കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് ഈ വടക്കൻ വീരഗാഥയാണ്. പിന്നെ വരുന്നത് പൊന്തമ്മാടയാണ്. പൊന്തമ്മാട ടി.വി. ചന്ദ്രന്റെ പടം. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് സത്യത്തിൽ വരുന്നത് മലയാളത്തിലല്ല അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയത്, ഡോക്ടർ സിനിമയ്ക്കാണ്. അതായത് 98 അംബേദ്കറിന് കിട്ടിയതിന് ശേഷം ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ദേശീയ അവാർഡ് കിട്ടുന്നത്. നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. ഒരു നടനെ 2 എണ്ണത്തിന്റെ അവാർഡ് തട്ടിപ്പോയി. നൻപകൽ നേരത്ത് മയക്കം കിട്ടേണ്ടതാണ്. കാതൽ എന്ന് പറയുന്ന സിനിമയ്ക്ക്, കാതലൊക്കെ എന്ത് ഗംഭീര സിനിമകളാണ്. മാത്രമല്ല അദ്ദേഹം ഈ സമീപ ഭാവിയിലായിട്ട് ചെയ്തിരുന്ന സിനിമകൾക്കാണ്. അല്ല, നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം വെറൈറ്റി സിനിമകളാണ് ചെയ്യുന്നത്. ന്യൂജനിൽ വരുന്ന നല്ല ചെറുപ്പക്കാരെ മിടുക്കന്മാരെ സംവിധായകന്മാരെ പടങ്ങളാണ് ഇപ്പോൾ പുള്ളി അഭിനയിക്കുന്നത്. അത് ഗുണം ചെയ്യും അദ്ദേഹത്തിന്. അതാണ് ഈ റോഷാക്ക് എന്നൊക്കെ പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയൊക്കെ ചെയ്തത് അതെല്ലാം പുതിയ ഈ സംവിധായകരെ ഒന്നും നമ്മൾ കേട്ടിട്ട് പോലും. അതാണ് എൻ്റെ രസകരമായ കാര്യം. അല്ല, അവർക്കൊപ്പം അദ്ദേഹം അതിനനുസരിച്ച് അഭിനയിക്കുന്നു എന്നുള്ളതാണ്. അല്ല, അതാണ് പുതിയ ചെറുപ്പക്കാർ അവരുടെ കഥ കേൾക്കാനും അവരുടെ കൂടെ പോയി അഭിനയിക്കാനും സഹകരിക്കാനും കഴിയുമെന്ന് പറയുമ്പോഴേ അദ്ദേഹം നേരത്തെ വിശാഖം പറഞ്ഞത് അദ്ദേഹം അപ്ഡേറ്റഡ് ആണ്. എപ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. ഈ പുതുതലമുറയായിട്ട് അദ്ദേഹം ഇടപെടുമ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. അല്ല, ഈ ഇന്ത്യയിലല്ല, ഈ ലോകത്ത് ഇറങ്ങുന്ന ഏത് ഗാഡ്ജറ്റുകളെ കുറിച്ചും ആദ്യം അറിയുന്ന മമ്മൂട്ടി. അത് എപ്പോഴും പറയുമല്ലോ. പണ്ട് മനോജ് കെ ജയൻ ഒരു കഥ പറഞ്ഞാണ്. മനോജ് കെ ജയൻ്റെ ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ മോഡൽ ഫോൺ വന്നു. മമ്മൂക്ക ഇത് ബുക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഇത് മനോജ് കെ ജയന് കിട്ടി. ഇവർ രണ്ടുപേരും ഒരു സെറ്റിലുണ്ട്. അപ്പോൾ മനോജ് കെ ജയൻ ഇത് ആദ്യമായിട്ട് പുള്ളി ബുക്ക് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ മനോജ് കെ ജയൻ ആരോ ബന്ധുക്കൾ ആരുടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഇത് വലിയ കാര്യത്തെ കൊണ്ട് മമ്മൂട്ടിയെ കാണിച്ചു. മമ്മൂക്ക, ഇത് ആപ്പിളിൻ്റെ ഇന്ന മോഡലാണ്, ഇതങ്ങനെ അതാകുന്നത്, ഇത് ശരിയാവത്തില്ല, ഇത് ചെയ്തിട്ടേ ഉള്ളൂ, ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇത് അവിടുന്ന് കൊണ്ടുവന്ന് അമേരിക്കയിൽ നിന്ന് ഒറ്റ കൊണ്ടുവന്ന്. അതിനുശേഷം മമ്മൂക്കയുടെ ആ ഒരു മുഖഭാവം എല്ലാം മാറി. പിന്നെ ഭയങ്കര അങ്ങോട്ട് ഇങ്ങോട്ട് മനോജ് കെ ജയനെ പുള്ളിയൊക്കെ ചീത്ത വിളിക്കുന്നത്. അപ്പൊ മനോജ് കെ ജയൻ അറിയാം ഇത് മലയാളത്തിൽ ആദ്യം കിട്ടുന്ന മമ്മൂട്ടിയുടെ കയ്യിലായിരിക്കണം, ഇല്ലേ പുള്ളിക്ക് പിണക്കമാണ്. പക്ഷെ ഇത് മനോജ് കെ ജയൻ ഇവിടെ കൊണ്ട് ഇറക്കി കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഭയങ്കരമായിട്ട് ഈ മമ്മൂട്ടി അങ്ങോട്ട് തിരിയുമ്പോൾ വെറുതെ ചൂടാകുക എന്ന് പറഞ്ഞു. വെറുതെ അങ്ങ് ചൂടാകുക, അത്രയ്ക്ക് അങ്ങ് ദേഷ്യം വന്നത്. പുള്ളി കൊണ്ട് ഇറക്കേണ്ട സാധനം ആദ്യം ഇദ്ദേഹം കൊണ്ട് ഇറക്കി എന്ന് പറഞ്ഞാൽ ഈ ഗാഡ്ജറ്റുകളോടും ഈ കാറുകളോടും ഒക്കെ വലിയ ഭ്രമമാണ് അദ്ദേഹത്തിന്. നമ്പർ 369 നമ്പർ. പിന്നെ മാത്രമല്ല, നമ്മൾ ഇത് ശ്രദ്ധിക്കണം, അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ചയുടെ കാലഘട്ടം 80കൾ. 1981 ശരിക്കും അദ്ദേഹത്തിന് അഹിംസയിലെ അഭിനയത്തിനാണ് ആദ്യമായിട്ടൊരു അവാർഡ് കിട്ടുന്നത്. രണ്ടാമത്തെ നടൻ, അന്ന് മികച്ച രണ്ടാമത്തെ നടൻ എന്നൊരു അവാർഡുണ്ട്. അങ്ങനെ ആ അവാർഡ് കിട്ടുന്നത്. പിന്നെ അങ്ങോട്ട് അദ്ദേഹം 84 മറ്റോ തൃഷ്ണയ്ക്കോ ഏതിനായിരുന്നു അവാർഡ്? 80കളിലാണ്. അല്ല, അതിനുശേഷമാണ് അദ്ദേഹത്തിന് 84 അടിയൊഴുക്കുകളിലാണ്. അടിയൊഴുക്കുകൾ സിനിമ ഉണ്ടല്ലേ? അല്ല, MTയുടെ അടിയൊഴുക്കുകൾ MTയുടെയാണ്. MT വാസുദേവൻ നായർ IV ശശി ടീമിൻ്റെയാണ്. അതിൽ മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ. അതിനകത്ത് ഏറ്റവും ശക്തമായ കഥാപാത്രം കരുണൻ അനുഭവങ്ങൾ പാളിച്ചകളിലെ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അപ്പം അതിനുശേഷം അദ്ദേഹത്തിന് കിട്ടിയ കഥാപാത്രങ്ങൾ ഇപ്പം അത് ഇടക്കാലത്തൊന്ന് ഭംഗിപ്പോയാലും ന്യൂഡൽഹിയിലൂടെ അദ്ദേഹം തിരിച്ചു വന്നു. രാജാവിൻ്റെ മകനിലൂടെ മോഹൻലാൽ സൂപ്പർ സ്റ്റാർ ആയെങ്കിൽ ന്യൂഡൽഹിയിലൂടെ അദ്ദേഹവും സൂപ്പർ സ്റ്റാറായി. പിന്നീട് അങ്ങോട്ട് വ്യത്യസ്തമാർന്ന റോളുകളാകും. ഈ വടക്കൻ വീരഗാഥ സിനിമ ഇപ്പോഴും ഒന്ന് കണ്ടു.
അല്ല ഇപ്പോഴും നമുക്ക് കണ്ടുവയ്ക്കാൻ മമ്മൂട്ടി കണ്ടല്ലേ എപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ചില്ലറ വ്യത്യാസം ചെറിയ മാത്രമേ വ്യത്യാസമേ ഉള്ളൂ. എത്രയായെങ്കിലും ആ സിനിമ ഇപ്പോഴും നമ്മൾ അദ്ദേഹം എനിക്കറിയാം, അദ്ദേഹം ഇതിനുവേണ്ടി ജീവിതം മാറ്റിച്ച ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്രയും മാത്രം അദ്ദേഹം സ്റ്റഡി ചെയ്യുന്നുണ്ടല്ലോ കാര്യങ്ങളെ കുറിച്ച്. ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടത്. എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയാമല്ലോ. അതെ, അദ്ദേഹത്തിന്റെ റോളുകൾ എന്ന് പറയുന്നതെല്ലാം എപ്പോഴും അതാണ്. ഇപ്പോഴും നോക്ക്, നായകനാ. ഈ പ്രായത്തിൽ 50 വയസ്സ് കഴിഞ്ഞപ്പം പ്രേം നസീർ അച്ഛനായിട്ടും സിനിമകളിൽ. മധുസാറും അങ്ങനെ തന്നെ പോയി. മധുസാറൊക്കെ 50 വയസ്സ് ആകുന്നതിന് മുമ്പേ അച്ഛനായിട്ട്. മാത്രമല്ല അടൂർ ഗോപാലകൃഷ്ണനെ പോലുള്ള ലോകോത്തര സംവിധായകന്റെ സിനിമയിൽ ഇപ്പൊ അവസാനത്തിൽ ഇപ്പൊ നിർമ്മിച്ച സിനിമയിലും മമ്മൂട്ടിയാണ് പ്രധാന കഥാപാത്രം. മമ്മൂട്ടിയാണ് നായകൻ. പിന്നെ അടൂർ ഗോപാലകൃഷ്ണനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് സംവിധായകന്റെ കലയാണ്. ഇവിടെ മമ്മൂട്ടിയല്ല മോഹൻലാൽ സംവിധായകൻ പറയും. അവിടെ മാത്രമേ മമ്മൂട്ടി എനിക്ക് തോന്നുന്നു ഇപ്പോഴും തലപോലും ചെയ്യാൻ അടൂർ സാറിന് വേറെ വഴിയില്ലല്ലോ, വേറെ മാർഗ്ഗമില്ല. കാരണം അടൂരാണ്. അടൂരിൻ്റെ അടുത്ത് വേറെ പരിപാടികളൊന്നും നടക്കില്ല. എന്താണെങ്കിലും ശരി, ഇത്രയും നല്ല ഒരു നേട്ടം, നാലാമത്തെ ദേശീയ അവാർഡ് നേടിയ ഒരു നടനോട് ഇപ്പോൾ അയാളുടെ ഇത് രാഷ്ട്രീയം അന്വേഷിച്ച് പോവുകയും അയാളെ സംഖ്യ പട്ടം കെട്ടി കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നത് ശുദ്ധ വിവരക്കേടാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ചിന്തിക്കരുത്. കലാകാരൻ എന്ന് പറഞ്ഞാൽ എന്നും അവൻ്റെ ജാതി മതത്തിന് അതീതമാണ്. ഞാൻ ആലോചിക്കായിരുന്നു ഇത് പറഞ്ഞപ്പോഴും, നമ്മൾ നേരത്തെയൊക്കെ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്. പ്രേം നസീർ അദ്ദേഹം 1970കളുടെ ആദ്യമാറ്റമാണ് ചിറയൻകീഴ് ശാർക്കര ദേവക്ഷേത്രത്തിൽ ഒരു ആനയെ നടക്കി. ഇന്നായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അയ്യോ, എന്നാണെങ്കിൽ ആനയെ ഇറക്കുവോ? ആന ഇറക്കൂല. ഈ എന്താണ് അമ്പല ഭാരവാഹികൾ ഒരു വശത്തും ഇദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട വേറെ വശം കൊണ്ട് വേളം വെച്ചാൽ രണ്ടുപേരും അങ്ങനെ അദ്ദേഹത്തെ ആനയെ നടക്കരുത്താൻ പോലും സമ്മതിക്കാത്ത അവസ്ഥ വരുമായിരുന്നു. ഇന്നായിരുന്നെങ്കിൽ അന്ന് ഇത്ര നല്ല മനസ്സോടെ ആളത് സ്വീകരിച്ചു. അതായിരിക്കണം കലാകാരൻ, അതായിരുന്നു യഥാർത്ഥ മതസൗഹാർദ്ദം. ഇപ്പോഴത്തെ എല്ലാം ഷോയാണ്. എന്താണെങ്കിലും മമ്മൂട്ടിയുടെ ആ ഒരു നേട്ടം, ആ നേട്ടത്തെ വില കുറച്ച് കാണാനുള്ള ഒരു ശ്രമം ഭയങ്കര മോശമാണ്, ഖേദകരമാണ്.